ഉത്സവകാലത്തെ ആന എഴുന്നള്ളിപ്പിൽ നാട്ടാനച്ചട്ടം പാലിക്കുന്നുണ്ടോ എന്ന് കർശനമായി ഉറപ്പുവരുത്താൻ വനം വകുപ്പ്. ആന എഴുന്നള്ളത്തുള്ള സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കും. ആചാരങ്ങളുടെ പേരിൽ നിയമങ്ങളിൽ വിട്ടുവീഴ്ച നൽകേണ്ട എന്നാണ് നിർദ്ദേശം. എ വി ജയശങ്കറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി എത്തിയ വാർത്തയാണ് ഈ ആനകളുടെ പ്രശ്നം. ഇപ്പോൾ വനം വകുപ്പ്, വന്യജീവി, ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പുറത്ത് നടക്കുന്നു. ഓരോ ദിവസവും ഓരോ ജീവൻ പൊലിയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ നാട്ടാന നിയമങ്ങൾ, കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്നലെ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞതിനെ തുടർന്ന് 3 ജീവൻ കൂടി പൊലിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ഏത് രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്? അതായത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ നാട്ടാന പരിപാലന ചട്ടം നിലവിലുണ്ട്. ഈ ചട്ടം അനുസരിച്ച് മാത്രമേ ഉത്സവങ്ങൾക്കുൾപ്പെടെ എഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനാകൂ. ഇത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇനി വനം വകുപ്പിൻ്റെ നിലവിലെ ഒരു തീരുമാനം. കൃത്യമായി ഉത്സവങ്ങൾ ഉൾപ്പെടെ നടക്കുന്നിടങ്ങളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തും. നിലവിൽ പരിശോധനയുണ്ട്, പക്ഷേ അത് കുറച്ചുകൂടി കർക്കശമാക്കാനാണ് നിലവിലെ ഒരു തീരുമാനം. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഈ ആചാരങ്ങളുടെ പേരിൽ ഇളവ് നൽകേണ്ട കർശനമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനാണ് നിലവിൽ ഈ വനം വകുപ്പ് മേധാവി ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ ദിവസത്തെ കൊയിലാണ്ടിയിലെ ഈ സംഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മലബാർ മേഖലയിൽ ഉൾപ്പെടെ വലിയ പൂരങ്ങൾ, വലിയ ഉത്സവങ്ങൾ വരും മാസങ്ങളിൽ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയില്ലെങ്കിൽ നിയമം കടുപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൊയിലാണ്ടി സംഭവം ഒരു മുന്നറിയിപ്പായി എടുത്തുകൊണ്ട് കർശനമായി നാട്ടാന പരിപാലന ചട്ടം അനുസരിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ നടക്കുന്നതെന്ന് പരിശോധിക്കാനാണ് നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കൊയിലാണ്ടി സംഭവവുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് ഇന്ന് വനംവകുപ്പിന് പ്രാഥമിക റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ ഇതിനായി മന്ത്രി കഴിഞ്ഞ ദിവസം നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഈ കൊയിലാണ്ടി സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ നാട്ടാന പരിപാലന ചട്ടവുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി. ഗുരുവായൂർ ദേവസ്വം നൽകിയ ആനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അപാകതകൾ ഉണ്ടായിരുന്ന കാര്യവും വനംവകുപ്പിൻ്റെ പരിശോധനയിൽ വരുന്നുണ്ട്. എന്തായാലും നിയമങ്ങൾ കടുപ്പിക്കാനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം. ഈ നിയമങ്ങൾ കടുപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടി ഈ വനംവകുപ്പിൻ്റെ കൂടി ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത് വനംവകുപ്പിനെ മാത്രം ഉത്തരവാദിത്തമല്ല, പക്ഷേ വനംവകുപ്പിന് ഇക്കാര്യത്തിൽ നിർണായകമായ ഒരു റോൾ നിർവഹിക്കാനുണ്ട്. അതവർ നിർവഹിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സാധാരണ ഇത്തരത്തിൽ ഉത്സവമൊക്കെ നടക്കുമ്പോൾ അവിടെ വനം വകുപ്പിന്റെ ഒരു സ്ക്വാഡ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവർ പരിശോധന നടത്തിയില്ലേ മുൻപ് എന്നുള്ളതായിരുന്നു ഉയർന്ന ചോദ്യം. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രശ്നത്തിന്റെ സാഹചര്യം ഇപ്പൊ ഇങ്ങോട്ട് ഉത്സവ സീസണാണ്, ഒരുപാട് ഉത്സവം വരാനിരിക്കുകയാണ്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിലൊക്കെ ഏത് തരത്തിലാകും ഇനി ഉത്സവങ്ങൾ നടത്തുക, ആനകളെ എങ്ങനെ എഴുന്നള്ളിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ അധികൃതരുടെ അന്വേഷണം, പരിശോധനയൊക്കെ വേണം. ഒപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റി അവരൊക്കെ ഈ ആനയൊക്കെ കൊണ്ടുവരുമ്പോൾ കൃത്യമായ കർശനമായ നിയമങ്ങളുണ്ട്. അത് പാലിക്കണം. പാലിക്കുമെന്ന് ഉറപ്പുവരുത്തിയാൽ അപകടങ്ങൾ ഇനിയും ഒഴിവാക്കാൻ കഴിയും.